വാർത്തകളിലേക്ക്. ഭരണം നഷ്ടപ്പെട്ട കോട്ടക്കൽ നഗരസഭ CPM കൗൺസിലിലൂടെ പിന്തുണയോടെ തിരിച്ചുപിടിച്ച മുസ്ലിം ലീഗ്. 13 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലീഗിലെ ഡോക്ടർ ഹനീഷ ചെയർപേഴ്സണായി. CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സനീലെ പ്രവീണിനെയാണ് തോൽപ്പിച്ചത്. ജംഷീർ കൊടിഞ്ഞു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭരണം നഷ്ടപ്പെട്ട കോട്ടക്കൽ നഗരസഭയിലെ ഭരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിലെ ഡോക്ടർ ഹനീഷയാണ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹനീഷ മീഡിയ വണിനൊപ്പം ശരിയാണ്. ഭരണം നഷ്ടപ്പെട്ട ഭരണം തിരിച്ചെടുത്ത സന്തോഷത്തിലാണ്. ഇതാണ് കോട്ടക്കലിന്റെ രാഷ്ട്രീയം. മുസ്ലിം ലീഗ് പാർട്ടി ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു കോട്ടക്കലിന്റെ ചരിത്രമാണ് ഇന്നിവിടെ തിരുത്തി കുറിച്ചത്. അന്നും ലീഗിന് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ലീഗിന്റെ ഒരു തുടർ ഭരണം തന്നെയാണ് നമ്മൾ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മുമ്പിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. 32 വാർഡിനെയും ഒന്നായി കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. കോട്ടക്കൽ ലീഗ് ഒഴിച്ചു നിർത്തിയിട്ടുള്ള രാഷ്ട്രീയം ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതിനപ്പുറം ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നല്ലൊരു ഭരണം ഈ 2 വർഷം നമ്മൾ കാഴ്ചവെക്കും. അത് ഉറപ്പാണ്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും. കഴിഞ്ഞ തവണകളിലേക്ക് പലരെയും പരിഗണിച്ചില്ല എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഇത് രാഷ്ട്രീയമാണ്. അതിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അത് നമ്മുടെ പാർട്ടി എന്താണോ പറഞ്ഞത് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും ഇനി മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ. തീർച്ചയായിട്ടും വിഭാഗീയതയെ തുടർന്നായിരുന്നു കോട്ടക്കലിൽ ലീഗിന് ഭരണം നഷ്ടമായിരുന്നത്. ലീഗിൻ്റെ നേതാക്കൾ കൂടി നമ്മളൊപ്പം ചേരുകയാണ്. ഒരു ഘട്ടത്തിൽ ലീഗിൽ വലിയ വിഭാഗീയത ഉണ്ടാവുകയും ലീഗിന് വലിയ ചർച്ചയാവും, സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ 6-ാം തീയതി ഞങ്ങളിതിൽ ഉണ്ടായിരുന്ന ചെറിയ ഒരു അസ്വസ്ഥത അത് മുതലെടുത്ത് CPM അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇതിനെ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന്. ആ തിരിച്ചടി ഇന്നിവിടെ ഈ ജനുവരി 3-ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. CPM-ന്റെ 2 പേർ ഇന്ന് വോട്ട് ചെയ്യാൻ CPM-ന്റെ കൂടെ ഇല്ല എന്ന് കോട്ടക്കലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് എന്ന് CPM-ന് ഓർമ്മപ്പെടുത്തുകയാണ്. CPM ഇതിൽ നിന്നും നല്ല പാഠം ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി ഇനിയും വലുതായിരിക്കും. CPM-ന്റെ പല നേതാക്കന്മാരും അടുത്ത കാലത്തായി മുസ്ലിം ലീഗിലേക്ക് ചേരുന്ന പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കും. യാതൊരു സംശയമില്ല. ഇത് ലീഗിൻ്റെ ജനാധിപത്യ രീതിയിലുള്ള പാണക്കാട് തങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ഒറ്റക്കെട്ടായി പോകുന്ന തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് ലീഗുകാർ CPM-ന് കൊടുത്തത്. അതിനുള്ള CPM-ന്റെ അസ്വസ്ഥതയാണ് ഇന്നിവിടെ കാണപ്പെട്ടത്. ലീഗിലെ തന്നെ ഒരു വിഭാഗം ആളുകളെ പരിഗണിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബോധനയുമില്ല. അടുത്ത് വരുന്ന 2 വർഷമുണ്ട് ഇവിടെ. ആ 2 വർഷത്തിൽ കഴിഞ്ഞ കാലത്തേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം എങ്ങനെ നടത്താൻ പറ്റുമെന്ന് ഈ 19 ഇനി നടക്കാൻ പോകുന്ന 2 കൗൺസിലർമാരും ലീഗിൻ്റെ ചേർന്ന് തീരുമാനിക്കും. അത് മാത്രമല്ല ആ ലീഗിൻ്റെ ആളുകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും അഡ്വോ കമ്മിറ്റിയൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ അടുത്ത് നടത്തുന്നതാണ്. ലീഗിൻ്റെ ഒരു ശക്തമായ ഒരു പ്രവർത്തനം കോട്ടക്കലുണ്ടോ? നിലവിൽ കോട്ടക്കൽ ലീഗിൽ യാതൊരു വിഭാഗീയതയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ മറന്നേക്ക് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് പാണക്കാട് തങ്ങളെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. അത് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് വിപരീതമായി നിൽക്കുന്നവരെ പാർട്ടി കൈകാര്യം ചെയ്യും. ലീഗിന് CPM ആയിട്ടാണ് പ്രശ്നങ്ങളുള്ളത്. CPM-ന് ഇന്ന് ശക്തമായ ഒരു മറുപടി ലീഗ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർത്തതിന് ശേഷം ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും പറയുന്നത്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം 7-നെതിരെ 20 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഡോക്ടർ ഹനീഷ ചെയർപേഴ്സണായത്. ഒരു CPM-ന്റെ CPM പ്രതിനിധിയുടെ വോട്ട് കൂടി ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഡോക്ടർ ഹനീഷ ചെയർപേഴ്സണായിരിക്കുന്നത്. കോട്ടക്കലിൽ നിന്ന് ജിഷ്ണു ബീരങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.